നമ്മളെല്ലാവരും തന്നെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരാണ്. ഒരു സ്മാർട്ട് ഫോൺ യൂസറെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉപയോഗിക്കുന്ന മെയിൽ ഐ ഡി പാസ്വേഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു ആൻഡ്രോയിഡ് യൂസറെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആപ്ലിക്കേഷനുകൾ പ്ലേ സ്റ്റോറിൽ നിന്നും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നവരായിരിക്കും. എന്നാൽ പ്ലേ സ്റ്റോറിന് പുറത്തുള്ള ചില തേർഡ് പാർട്ടി ആപ്ലിക്കേഷനും ചില ആളുകൾ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാറുണ്ട്. അതിനു പുറമെ നമ്മളിപ്പോൾ ഒരുപാട് വെബ്സൈറ്റുകൾ സന്ദർശിക്കുന്നുണ്ടാകും. അതിൽ ചില തേർഡ് പാർട്ടി വെബ്സൈറ്റുകളും നമ്മൾ സന്ദർശിക്കുന്നുണ്ടാകും. ഈ തേർഡ് പാർട്ടി സൈറ്റിലോ അല്ലെങ്കിൽ ആപ്ലിക്കേഷനിലോ നിങ്ങളുടെ മെയിൽ ഐ ഡി നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടുണ്ടോ? മെയിൽ ഐ ഡി ഇങ്ങനെ വെറുതെ ലോഗിൻ ചെയ്യാൻ സാധിക്കില്ലല്ലോ, പാസ്വേഡും കൂടി വേണ്ടേ? അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്ത് പോയിട്ടുണ്ടോ? ചിലപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാകും, ചിലപ്പോൾ ആ വെബ്സൈറ്റ് നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാകും. ഇതെങ്ങനെ കണ്ടെത്താം? നിങ്ങൾ അങ്ങനെ സൈൻ ഇൻ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക. ഇതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടെത്താനും സാധിക്കും. നമുക്ക് അതിൽ നിന്നും സൈൻ ഔട്ട് ചെയ്ത് രക്ഷപ്പെടാനും സാധിക്കും. ഇതൊക്കെ എങ്ങനെ കണ്ടെത്താമെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മൊബൈലിൻ്റെ സെറ്റിങ്സ് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഗൂഗിൾ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഏറ്റവും മുകളിൽ കാണുന്ന മെയിൽ ഐ ഡി നിങ്ങളുടെ തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം ഓൾ സർവീസസ് എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഏറ്റവും മുകളിൽ തന്നെ കണക്റ്റഡ് ആപ്സ് എന്ന ഓപ്ഷൻ കാണുന്നുണ്ട്. ചില മൊബൈലിൽ ഇങ്ങനെ കാണില്ല കേട്ടോ. ഞാനിപ്പോൾ സാംസങ് മൊബൈലിൽ കാണിച്ചു തരാം. സാംസങ്ങിൻ്റെ സെറ്റിങ്സ് ഞാനിവിടെ ഓപ്പൺ ചെയ്യാണ്. അതിനുശേഷം ഇവിടെ ഗൂഗിൾ എന്ന ഓപ്ഷൻ ഞാൻ തിരഞ്ഞെടുക്കുകയാണ്. ഗൂഗിൾ ഞാൻ ക്ലിക്ക് ചെയ്തു. ഓൾ സർവീസസ് എന്ന ഭാഗം ഞാനിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഏറ്റവും മുകളിൽ കണക്റ്റഡ് ആപ്സ് എന്ന ഭാഗം ഇല്ല. താഴേക്ക് വരാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലും കണക്റ്റഡ് ആപ്സ് എന്ന ഭാഗം കാണാൻ സാധിക്കും. ഇവിടെയുണ്ട് കണക്റ്റഡ് ആപ്സ്. അപ്പോൾ ഇവിടെയാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ചില മൊബൈലുകളിൽ ഇങ്ങനെ വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് രണ്ട് മൊബൈലിലും ഞാൻ കാണിച്ചത്. ഓക്കെ, കണക്റ്റഡ് ആപ്സ് എന്ന് കാണുന്ന ആ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു മെയിൽ ഐ ഡി വെച്ചിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷനും എല്ലാ വെബ്സൈറ്റും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ എൻ്റെ മൊബൈലിൽ 7 സോഷ്യൽ ആപ്സ് ആൻഡ് സർവീസസ് എന്ന് കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ ആപ്ലിക്കേഷനാണ് ഏതൊക്കെ സൈറ്റാണ് എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് താഴേക്ക് വരാം. കണ്ടോ, ഇവിടെ ഫേസ്ബുക്ക്, വാട്സാപ്പ്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ എൻ്റെ മെയിൽ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്തിട്ടുണ്ട്. അതിലൊരു വെബ്സൈറ്റും കാണാൻ സാധിക്കും. ഓക്കെ, ആ ഒരു വെബ്സൈറ്റ് ഏതാണ് നിങ്ങൾക്ക് ലോഗ് ഔട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമില്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടാത്തത്, അവിടെ ആ ഒരു ആരോ മാർക്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണിക്കുക. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമുക്ക് സി ഡീറ്റെയിൽസ് എന്ന ഭാഗമുണ്ട്. ഇവിടെ തന്നെ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് നമുക്ക് ഇത് ഒഴിവാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും ഡിലീറ്റ് ആകില്ല, ആ ഡാറ്റകളൊന്നും ഡിലീറ്റ് ആകില്ല. ജസ്റ്റ് ബാക്ക് വന്നിട്ട് ഒന്നുകൂടി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡിലീറ്റ് ഓൾ കണക്ഷൻസ് എന്ന ഈ ഒരു ഭാഗം കാണാൻ സാധിക്കും. അവിടെ ഒരു ആരോ മാർക്ക് ഉണ്ട്, അവിടെയാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം ഇവിടെ കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ ഡാറ്റകളും ഈ ഒരൊറ്റ ക്ലിക്കിൽ നിങ്ങൾക്ക് മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്യാനും ആ സർവീസ് നിങ്ങൾക്ക് ഒഴിവാക്കാനും സാധിക്കും. ഇങ്ങനെ ഡിലീറ്റ് ചെയ്യുമ്പോൾ ചില സന്ദർഭത്തിൽ നിങ്ങളുടെ മെയിൽ ഐ ഡിയുടെ പാസ്വേഡ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ചോദിക്കും, ചിലപ്പോൾ ചോദിക്കില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് വേണ്ടാത്ത വെബ്സൈറ്റിൻ്റെത് അല്ലെങ്കിൽ വേണ്ടാത്ത ആപ്ലിക്കേഷൻ്റെത് ആ സർവീസും ആ കംപ്ലീറ്റ് ഡാറ്റകളും ഡിലീറ്റ് ചെയ്യുന്നതും സൈൻ ഔട്ട് ചെയ്യുന്നതും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.